ഓം നമോ ഭഗവതേ വാസുദേവായ. 33-ാം ദശകത്തിൽ അംബരീഷ മഹാരാജാവിൻ്റെ കഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. വൈവസ്വത മനുപുത്രനായ നഭാഗൻ്റെ മകനായ നാഭാഗൻ്റെ പുത്രനാണ് അംബരീഷൻ. ഈ ഭൂമി മുഴുവൻ അദ്ദേഹം ഭരിച്ചു. എങ്കിലും വിഷ്ണുവിൻ്റെ അത്യന്ത ഭക്തനാണ് അദ്ദേഹം. അത് വിഷ്ണു ഭക്തി കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണു ആ രാജാവിൻ്റെ സുരക്ഷയ്ക്കായിട്ട് തൻ്റെ സുദർശന ചക്രത്തെ തന്നെ നിയോഗിക്കുകയാണ്. അങ്ങനെയിരിക്കെ മധുവനത്തിൽ അദ്ദേഹം ദ്വാദശീവ്രതം അനുഷ്ഠിക്കുകയും അനവധി ബ്രാഹ്മണരെ പൂജ ചെയ്തും അനവധി പശുക്കളെ ദാനം ചെയ്തുമൊക്കെ ആചരിച്ചു വന്നു. ദ്വാദശീവ്രതത്തിൻ്റെ അവസാനത്തിൽ പാരണ ചെയ്യേണ്ടുന്ന സമയമായപ്പോൾ ദുർവാസസ് മഹർഷി അവിടെ ആഗതനായി. എനിക്ക് വളരെ വിശക്കുന്നുണ്ട്, ഞാനൊന്ന് കാളിന്തിയിൽ പോയി കുളിച്ച് വേഗം വരാമെന്ന് പറഞ്ഞ് മെല്ലെ അദ്ദേഹം കാളിന്തിയിലേക്ക് പോയി. ദുർവാസസ് മഹർഷി വരാഞ്ഞ് എത്രയായിട്ടും വരുന്നത് കാണുന്നില്ല. പാരണ ചെയ്യാനുള്ള സമയാച്ചാൽ അതിക്രമിക്കുകയും ചെയ്തു. മുനിശ്രേഷ്ഠന്മാരുടെയും ബ്രാഹ്മണരുടെയും അഭിപ്രായം മാനിച്ച് അംബരീഷ മഹാരാജാവ് വെള്ളം മാത്രം കുടിച്ച് പാരണ വീടി. ഇതറിഞ്ഞ് ദുർവാസസ് മഹർഷി വളരെയധികം ക്രോധിച്ച് തൻ്റെ ജട നിലത്തടിച്ച് അതിൽ നിന്ന് കൃത്യ എന്ന പിശാചിനെ ഉത്ഭവിപ്പിക്കുകയാണ്. ആ കൃത്യ ആകട്ടെ അംബരീഷനെ നശിപ്പിക്കാൻ വേണ്ടി രാജാവിൻ്റെ അടുത്തേക്ക് എടുക്കുന്നു. അപ്പോൾ രാജാവിൻ്റെ സുരക്ഷയെ മാത്രം കരുതി നിൽക്കുന്ന സുദർശന ചക്രം കൃത്യയെ നശിപ്പിക്കുകയും അതിന് കാരണക്കാരനായ ദുർവാസസ് മഹർഷിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിനെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നു. ദുർവാസസ് മഹർഷി ഗത്യന്തരമില്ലാതെ 3 ലോകങ്ങളിലും ഓടി. ആരും തന്നെ രക്ഷിക്കാനില്ല എന്നറിഞ്ഞ് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവാകട്ടെ വിഷ്ണു തേജസ്സിനെ തടുക്കാൻ എന്നെക്കൊണ്ടാവില്ല, വേഗം ഇവിടുന്ന് പോകാൻ പറഞ്ഞു. മഹർഷി അതിനുശേഷം ശ്രീശങ്കരൻ്റെ അടുത്ത് തന്നെ ചെന്നു. ശ്രീ പരമേശ്വരനാകട്ടെ മഹാവിഷ്ണുവിൻ്റെ തേജസ്സിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല, അതുകൊണ്ട് അങ്ങ് വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ ചെന്ന് അപേക്ഷിച്ചാലും. വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തിയ മഹർഷിയോട് ഭഗവാൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല, കാരണം ഞാൻ ഭക്തന്മാരുടെ ദാസനാണ്, അംബരീഷിൻ്റെ ഒരു ദാസൻ മാത്രമാണ് ഞാൻ. അപ്പോൾ അംബരീഷ മഹാരാജാവ് തന്നെ കനിയണം അങ്ങയുടെ രക്ഷയ്ക്ക്. അതുകൊണ്ട് രാജാവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചാലും എന്ന് പറയുകയാണ്. ദുർവാസസ് മഹർഷി ഓടി അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അംബരീഷ മഹാരാജാവാകട്ടെ സുദർശനത്തെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഈ പുണ്യപ്രവൃത്തികളിൽ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ ദുർവാസസ് മഹർഷിക്ക് അങ്ങ് രക്ഷ നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുകയും സുദർശനം ദുർവാസസ് മഹർഷിയുടെ പിന്നാലെ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. അങ്ങനെ വിഷ്ണു ഭക്തിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന ഒരു കഥയാണ് അംബരീഷ ചരിതം. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെയും കാത്തുരക്ഷിക്കണമേ എന്ന്
പട്ടേരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃത മഹീദയിതോപിരേമേ തുൽസംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ തുൽപ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദഭൃതാ പ്രസാദം യേനാസ്യ യാചനമൃതേഭ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാഗാൻ പ്രവിതതാര സഹസ്രധാരം സദ്വാദശീ വ്രതമഥോ ഭവദർശനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദിജേഷു വിസൃജൻ പശുഷഷ്ടികോടീം തത്രാധ പാരണദിനെ ഭവദർശനന്ദേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വ്രതശ്ച സനൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ രാജ്ഞാഥ പാരണമുഹൂർത്തസമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവൽപരേണ പ്രാപ്തോ മുനിസ്തഥ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോദ്ധൃതജഡോ വിതതാന കൃത്യാഞ്ച താമസിധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതീർണപദാച്ചകമ്പേം തുൽഭക്രബാധമഭിവീക്ഷ്യം സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവിൽ ധാവൻ അശേഷഭുവനേഷ ഭീയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചാം കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സ ച ഭവന്തമവന്തദൈവം ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്ദം പ്രോചേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹി അംബരീഷ പദമേവ ഭജേതി ഭൂമൻ താവൽ സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവതസ്ത്രമസാവനൗഷീൽ ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ഭക്തിമാഗസീം കൃതേപി കൃപാഞ്ച ശംസൻ രാജാ പ്രതീക്ഷ്യ മുനിമേഘ
സമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നോ ഭുക്വാ സ്വയം ത്വയി തതോപി ദൃഢം രതോ വോൽഭൂൽ സായുജ്യമാപ ച സമാം പവനേശ പായ. 33 ദശകം സമാപ്തം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ